the pages turning, I see the candle burning down before my eyes, before my wild eyes. I feel you holding me tighter, I cannot see. When will we finally Don't get up, lost me. I forget I wasn't listening. Forget all familiar things. Sun-soaked shores, lost in the evening breeze. You're all I wanted, all I wanted. You're all I wanted, all I wanted. Don't get up, no please. Brushstroke skies, tucked behind cityscapes. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമപൂരിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈശ്വരത്തിന്റെ ഹൃദയമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ഹൃദയത്തിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ സന്തോഷകരമായ അവസരത്തിൽ കൃഷിയെയും യതീഷിനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവരൊരു പുതിയ ജീവിതാന്തസ് ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങ് തന്നെയാണ് തുണയും ആശ്രയവും സങ്കേതമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനം എപ്പോഴും അവർക്കുണ്ടായിരിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടെ ആരംഭിക്കുന്ന കുടുംബജീവിതം എന്നും സന്തോഷത്തോടെ തുടരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിതം ആഗ്രഹിക്കുന്നു. ഇവരെ ഇതുവരെ വളർത്തി വലുതാക്കി ഒരുക്കിയ മാതാപിതാക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവരോട് കാണിച്ച പ്രത്യേകമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് രക്ഷയും. കാരണം വളരെ പ്രശസ്തി അവരുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന തീർച്ചപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ പ്രഭാതങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുന്നതിനും അവരുടെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അവർക്കും ഈ അവസരം സന്തോഷത്തോടെ അവരെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ഞങ്ങളുടെ അപേക്ഷിക്കുന്നവരെ സ്ഥിരത്താവും നിങ്ങളുടെ ശരീരം അനുഗ്രഹിക്കപ്പെടാവുന്ന ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്ന ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യതീഷിനെ രക്ഷയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവിശ്വയുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സൈന്യം ഇപ്പോൾ
right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുടുംബപ്രതിഷ്ഠ ഈശോയുടെ സങ്കീർത്തനങ്ങൾ അധ്യായം 91. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. So much beauty to discover.
I can hardly take it in. I will ever stand in wonder of a grace that never ends. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. We have barely scratched the surface of your death-defying love. Every breath I have is worth it. 1,000 songs are not enough. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. Yes, I'm falling in love with you. For the stars at night, every sunset sky. For it all, oh God, I say I love you. For the world you made, every brand new day. For it all, oh God, I say I love you. For the cross you bore, every nail and thorn. For it all, oh God, I say I love you. All I have. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രഭാവത്തിനുള്ളിലാകരുതേ, ദുഷ്ടാരോഗ്യം ഞങ്ങളെ ശിക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്ത റെബെക്കയെയും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തെ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും
വ്യാജ സംഭാഷണത്തിനാധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വാഗ്ദാനം ചെയ്യുവാനായി ഇതിനു മുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. അവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങയ്ക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ഫിറ്റിഷ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ റിച്ചയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? റിച്ച, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ഫിറ്റിഷിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികൾ, ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ, ഫിറ്റിഷിനെയും റിച്ചയെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെ നാഥനായ മാർ യൗസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹയുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവത്തിൻ്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹാത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് വിൽസനച്ചൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കോയമ്പത്തൂരിൽ നിന്നും ഈ ദിവസങ്ങളിലേക്ക് നമ്മുടെ പ്രത്യേകിച്ച് റിച്ചയുടെ ഇളയപ്പനാണ് അല്ലേ, ഇളയപ്പനാണ് വിൽസനച്ചൻ. പ്രത്യേകിച്ച് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടെ ബലി അർപ്പിക്കാം. ജീവനായി
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കുള്ള ദുഷ്ടാരൂപിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ സഹാക്കിനെയും അവൻ്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത് റബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉത്തരമാ
സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കാനായിലെ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഫിറ്റിഷ്, റിച്ച, അവരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ സൂചിപ്പിച്ചതുപോലെ വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഫിറ്റിഷിനും റിച്ചയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു വിവാഹ ജീവിതം നയിക്കാനുള്ള ആശംസകളും നേരുകയാണ്. ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാമെന്ന് കരുതുകയാണ്. ഇന്ന് മനസ്സമ്മതമാണ്. വിവാഹത്തിന് 2 ദിവസം കൂടിയേ ഉള്ളൂ. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഉത്തരം പറയണ്ട. പല ഉത്തരങ്ങളുണ്ടാകാം.
വിവാഹം ചെയ്തവരോട് ചോദിച്ചു കഴിഞ്ഞാലും വിവിധ തരത്തിലുള്ള ഉത്തരങ്ങളുണ്ടാകാം. എന്തിനാണ് കല്യാണം കഴിച്ചത്, ഇനി എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്കുണ്ടെങ്കിലും വിവാഹം എന്ന കൂദാശ ഒരു വിളിയാണ്. വിവാഹം എന്നുള്ളത് ഒരു വിളി, ദൈവവിളിയാണ്. നമ്മൾ പറയും ദൈവവിളി അച്ഛനാകാനും കന്യാസ്ത്രീയാകാനും അല്ല, മറിച്ച് കുടുംബജീവിതവും ഒരു ദൈവവിളിയാണ്. ദൈവം അതുപോലെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് നിങ്ങളെ ഈ ജീവിതാന്തത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ എന്തിന് വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ഏറ്റവും വലിയ വിശാലമായ ദൈവ പദ്ധതിയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ് ഞാനും നീയും നിങ്ങൾ നമ്മളെല്ലാവരും. അപ്പോൾ വിവാഹത്തിലേക്ക് ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുകാരാക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നവരാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി ഒരു കൂദാശയിലൂടെ, വിവാഹം എന്ന കൂദാശയിലൂടെ? ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുക എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പറയാൻ സാധിക്കുക സ്നേഹത്തിൽ ഉള്ള ഐക്യം. ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണെന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹത്തിലുള്ള ഐക്യമാണ്, ഒന്നുചേരലാണ് വിവാഹം എന്ന കൂദാശ. ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ഒന്നുചേരൽ. നാം എല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ പരിപാലനയിലാണ്. അപ്പോൾ വിവാഹം എന്ന കൂദാശയിലൂടെ രണ്ട് വ്യക്തികൾ ഏറ്റവും അടുത്തറിഞ്ഞ് സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെടുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം ഫിറ്റീഷിന് റിച്ചയും റിച്ചയ്ക്ക് ഫിറ്റീഷും ആയിരിക്കണം. മാതാപിതാക്കളും മറ്റുള്ളവരും അടുത്ത സ്ഥാനത്താണ്. അവരെ തള്ളിപ്പറയുകയല്ല, അവർക്ക് അവരുടേതായ പ്രാധാന്യം വേണം. പക്ഷേ ജീവിത പങ്കാളിയെ ആർക്കും മാറ്റി നിർത്താനാകില്ല, അതിന് പകരം വയ്ക്കാൻ ആരുമില്ല. ഇനി മരണം വരെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് വ്യക്തികൾ, പരസ്പരം ഉണ്ടാകേണ്ട വ്യക്തികൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൈവം കൂട്ടി യോജിപ്പിക്കുന്നു. നമ്മൾ പ്രഭാഷണ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് മുച്ചരട് പൊട്ടുകയില്ല എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരും മൂന്നാമത്തെ ചരട് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്താൽ ചേർക്കപ്പെടുന്ന, ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഐക്യം നമ്മൾ പറയുന്നത് പോലെ രണ്ടല്ല ഇനി ഒന്നാണെന്ന് പറയാൻ തക്കവിധം നിങ്ങൾ വളരും. ചിലപ്പോൾ പറയാറുണ്ട് വിവാഹ ജീവിതം കൃഷ്ണമണി, രണ്ട് വിവാഹ ജീവിത പങ്കാളികൾ കൃഷ്ണമണി പോലെ ആയിരിക്കണമെന്ന്. കണ്ണിൻ്റെ കൃഷ്ണമണി. എന്താണ് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പ്രത്യേകത? ഞാൻ വലത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ വലത്തെ കൃഷ്ണമണി മാത്രമല്ല ഇടത്തെ കൃഷ്ണമണിയും വലത്തോട്ട് തന്നെ പോകും. ഇടത്തോട്ട് നോക്കുമ്പോൾ അതുപോലെ സംഭവിക്കും. ഇനി ഞാൻ വലത്തോട്ട് ഒരു കണ്ണ് വലത്തോട്ട് മാത്രവും മറ്റേ കൃഷ്ണമണി ഇടത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പറയും എന്തോ പന്തികേടുണ്ടെന്നല്ലേ, എന്തോ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ കണ്ണുള്ളവരെ, അതായത് കണ്ണ് ശരിയായ ദിശയിലല്ല എന്നുള്ളത്. അപ്പോൾ ഈ കണ്ണിൽ കൃഷ്ണമണി എന്ന് പറയുമ്പോൾ ഇനി വിവാഹം എന്ന കൂദാശയിലൂടെ നിങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ രണ്ടല്ല ഒന്നാണ്. ഒരേ മനസ്സോടെ ചിന്തിക്കാനും ഒരേ മനസ്സോടെ പ്രവർത്തിക്കാനും രണ്ടുപേരുടേതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ടാകാം, എങ്കിലും അത് മാറ്റിവെച്ച് ഒരുമയിൽ ജീവിക്കാനായിട്ടുള്ളൊരു വിളിയാണ്. അതുപോലെ ഈ കണ്ണ് നോക്കുവാൻ മാത്രമുള്ളതല്ല, കണ്ണിലൂടെയൊക്കെ കണ്ണുനീരും വരാറുണ്ട് അല്ലേ? കണ്ണുനീര് വരുമ്പോൾ ഒരു കണ്ണിലൂടെ മാത്രം കണ്ണുനീര് വരുന്നത് അസ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ഒരു കണ്ണ് നനയുമ്പോൾ മറ്റേ കണ്ണ് നനയും. അപ്പോൾ അത് മനസ്സിലാക്കുക, നിങ്ങൾ ഒരാളുടെ ദുഃഖം മറ്റേ വ്യക്തിയുടെ ദുഃഖമായിരിക്കണം, ഒരാളുടെ സന്തോഷം മറ്റേ വ്യക്തിയുടെ സന്തോഷമായിരിക്കണം. അതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരസ്പരം കാണുവാനും അത്ര പ്രാധാന്യത്തോടെ നോക്കിക്കാണുവാനും ഒരുമിച്ച് പോകുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആദ്യത്തെ ആശംസയും പ്രാർത്ഥനയും. സ്നേഹത്തിലുള്ള അന്ത്യം വരെയുള്ള ഒരുമ, ഐക്യം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം എന്തിന് നിങ്ങൾ വിവാഹിതരാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഞാൻ പറയുക സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാൻ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നത് നമ്മളെല്ലാവരും. നാം സൃഷ്ടിക്കപ്പെട്ടു, ഈ ഭൂമിയും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് കർത്താവ് സൃഷ്ടികർമ്മത്തിന് ശേഷം എന്താണ് പറഞ്ഞത്? എല്ലാം നന്നായിരിക്കുന്നു. ഇന്ന് നിങ്ങളെ നോക്കിക്കിട്ടും കർത്താവ് പറയുന്നുണ്ട് നന്നായിരിക്കുന്നു. വിവാഹത്തിന് ശേഷവും പറയും നന്നായിരിക്കുന്നു. ഇനി അത് നന്നാക്കി കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു പുതിയ കുടുംബത്തിന് സഭയിലും സമൂഹത്തിലും നിങ്ങൾ അടിസ്ഥാനമിടുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഭ വളരുന്നതും സമൂഹം വളരുന്നതും കുടുംബത്തിലൂടെയാണ്.
അവൾ കുടുംബം എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയ്ക്ക് തുടക്കമിടുകയാണ് വിവാഹത്തിലൂടെ. സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് ഫിറ്റിഷ് റിച്ച, നിങ്ങൾ പരസ്പരം എന്നും ഒരു അനുഗ്രഹമാകാനായിട്ട് മത്സരിക്കട്ടെ. ഞാൻ റിച്ചയ്ക്കും റിച്ച ഫിറ്റിഷനും എന്ന രീതിയിൽ നിങ്ങൾ പരസ്പരം ഒരു അനുഗ്രഹമാകാനായിട്ട് എന്നും പരിശ്രമിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ദൈവത്തിൻ്റെ വിശാല പദ്ധതിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ ദൈവം സ്വർഗം സന്തോഷിക്കുന്നു, ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. നിങ്ങളുടെ സന്തോഷം എന്നും അതിൻ്റെ പൂർണ്ണതയിൽ തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത് അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ രക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ധാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിലാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കിയ ഞങ്ങളെ ദൈവിക ജീവിതത്തിൽ നിന്ന് വളർത്തി ജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകമായ ഈ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് മിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു.
തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ മാലാഖമാരൊന്നിച്ചുള്ള നിത്യാനന്ദത്തിനും തിരുസന്നിധിയുള്ള സംപ്രീതിക്കും സ്വർഗീയ സ്ലൈമ തൻ്റെ വലത്ത് ഭാഗത്തുള്ള സ്ഥാനത്തിനും അവിടെ നിന്ന് നമ്മെ യോഗ്യരാകട്ടെ. പ്രത്യേകമായി ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഇവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെ മേലെ അവിടുന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലികുടമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ സ്വസ്തി. We crossed our desires, we crossed our eyes, in tokens, in charms, in smoke, in kind. We spent it all, we buried our cause, we straightened our spine. Swayed and fettered, swooned and crowned, even the bliss is pain somehow. I read up on glances and tethered to chances, eloped with the sound. How did you perceive me? And how did you complete me? Cold shoulders apart, sway into my arms, slip into my heart. I stumbled with grace in my stride, I cordoned my hopes to one side. I slipped on my swerves, I balanced on curves, I slowed down my ride. Oh, when you were faded, you looked away. Oh, when you were spoken, when you refrained, I called in my favors, I called in my troops, I left you alone. Tired of being lonely, the rain, the sun, the lonely, cold shoulders apart, sway into my arms, slip into my heart. Tired of being lonely, the rain, the sun, the lonely, cold shoulders apart, sway into my arms, slip into my heart, sway into my arms. She's so cool, she's so fine. I don't care, I'll give her 9. You are my Sonia. You are my Sonia. देखा तुमको जब से, बस देखा तुमको यारा, तुमसे कोई अच्छा है
British, I would like to express our sincere gratitude to all of you for joining us here today. റിച്ചയുടെ ബ്രിട്ടീഷിന്റെയും അവരുടെ പാരൻസിന്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരേറെ ആഗ്രഹിച്ചിരുന്ന ആ നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവർക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? അതറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് ആദ്യമായി ബ്രിട്ടീഷിന്റെ മൈക്ക് പാസ് ചെയ്യാം. ഇന്നത്തെ ഉച്ചയ്ക്ക് എന്താ പറയാനുള്ളത് പറയാം? രണ്ടുപേർക്കും സന്തോഷമാണെന്ന് പറയണേ. സോ നമുക്കൊന്ന് നന്നായിട്ട് അറിയാം. ബിക്കോസ് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ ഈ പ്രത്യേക ഒക്കേഷനിൽ നമുക്കൊരു ഒന്നുകൂടെ പരിചയപ്പെടാം. Firstly, our beautiful bride, Rachel Jose, coming from renowned Chakian family. She is a pharmacist, graduated from St. Joseph College of Pharmacy, Chepala. Currently working as a pharmacist at Aster Medicity, Kochi. Next, our handsome groom, Mr. Fitish Kodian. He did BTech in Chemical Engineering from Amal Jyoti Engineering College, Kottayam, and he currently working as Chemical Engineering at Jacobs, Bangalore. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാമിലി കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ പാരന്റ്സും കൂടെ സ്റ്റേജിലേക്ക് വരണം. സോ ലെറ്റ്സ് വെൽക്കം ടു ഫാമിലീസ് ഓൺ ടു ദ സ്റ്റേജ്. Her father, Mr. Jose Siai, and her mother, Shrija Jose, please come on to the stage. അടുത്തതായി ഫിറ്റിഷിന്റെ ഫാമിലിയെ പരിചയപ്പെടാം. Firstly, ഫിറ്റിഷിന്റെ father, Mr. Jose Kodian. He is a contractor and his mother, Mrs. Liza Jose, working at KSP Milk Controls Limited. ഫിറ്റിഷിന്റെ പാരന്റ്സിനെ വളരെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് വരവേൽക്കാം. എല്ലാവരും ഉഷാറായിട്ട് കൈയടിച്ച് വരവേൽക്കട്ടാ. ഫിറ്റിഷിനുള്ളത് ഒരേ ഒരു സിസ്റ്ററാണ്, മിസ് ട്രീസിയ ജോസ്. Welcoming the group sister who is pursuing her masters in IT Germany. Triciയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നല്ല ഹാപ്പിയാണ്. വളരെ സന്തോഷം. അടുത്തതായിട്ട് ഷീജാക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. ഹാപ്പിയാണ്. അവരുടെ ഇമോഷണൽ ഫീലിംഗ്സ് ആണ് ഇപ്പൊ പുറത്തു വന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് കേൾക്കാം. ജോസഫ് എന്താണ് പറയാനുള്ളത് ഈ വേദിയില്? ഞാനിപ്പോ എന്താ പറയാ, അവര് പറഞ്ഞ സന്തോഷം, അത് എനിക്ക് സന്തോഷം തന്നെയാണ്. എന്തിനാ വെച്ചാല് ഇവരുടെ സംസാരങ്ങൾ തമ്മിൽ കേൾക്കാനായിട്ട് ഞാൻ അടുത്തതായിട്ട് ലൈഫ്സ്റ്റൈലിൽ എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഞാൻ പറഞ്ഞേ ഇത് പഠിച്ചു വെച്ചേക്കാൻ തോന്നുന്നുവല്ലോ. സിസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. അതും സന്തോഷമായിരിക്കാം. അവര് ഹാപ്പി പറയുന്നതാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഇവരുടെ പോലെ സീരിയസ് അതുകൊണ്ട് കാണാൻ അവരുടെ കേൾക്കട്ടെ. ഇനി നമുക്ക് ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിയിലോട്ട് കിടക്കാം. May I request bride and groom to step forward to light the candle. രണ്ടുപേരും ഒരുമിച്ച് തിരിതെളിക്കാം. ഇവരുടെ ലൈഫ് എന്നും ശോഭയോടെ പ്രകാശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ കുഞ്ഞെ ഇതിനെ ഒരുപാട് മിസ് ചെയ്യണ്ടേ. അങ്ങനെ തിരിതെളിച്ചു കഴിഞ്ഞു. Now it's time to cut the cake. I would like to invite the couple to perform a special time-honored tradition, the cake cutting ceremony. ഇവരുടെ ലൈഫ് സ്വീറ്റ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ.
ചെയ്യാം. ഇവർക്ക് നമുക്കൊരു ചെറിയ ടാസ്ക് കൊടുക്കാം. ഒരു കപ്പിൾ ഡാൻസ് ആണല്ലേ, ഇങ്ങോട്ട് കയറുന്നുള്ളൂ, പാട്ടിപ്പ് വരും. And promises how to be brave. How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. Darling, don't be afraid. I have loved
ഇവൾക്കൊരുവൻ കിഴക്കുതിച്ച് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ സത്യമാണോ, ഉള്ളതാണോ, ഇഷ്ടമാണോ? ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് കേട്ടപ്പോൾ. അപ്പോൾ ഇഷ്ടമാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചോദിക്കുന്നു. അപ്പം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നേരെ വിളിച്ച് ഒരിക്കലും എന്നെ വിഷമിപ്പിക്കില്ല എന്നുള്ളത്. അത് ഞാൻ എനിക്ക് തരുന്നൊരു ഉറപ്പാണെന്ന് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞായിരുന്നു. ഓർമ്മയില്ലാന്നറിയാം, സാരമില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ വാക്ക് പാലിക്കണം, പാലിക്കപ്പെടണം പരസ്പരം. വിളിച്ചാണെങ്കിലും വിദേശാണെങ്കിലും. അപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മുടെ മേഖല മുന്നേഷ് അനുഗ്രഹിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പിറ്റീസിൻ്റെ പേപ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ വളരെ സന്തോഷം. അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനും അവരെ നേർവഴിക്ക് നയിക്കുവാനും നിങ്ങളുടെ എല്ലാ ബന്ധുക്കളുടെയും സഹായങ്ങളും സ്നേഹവും പ്രാർത്ഥനകളും അവർക്ക് ആവശ്യമുണ്ട്. നല്ല ചിരിക്കുന്ന മുഖത്തോടെ അവർ ദീർഘായുസ്സോടെ കുറേ വർഷങ്ങളോളം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുക്കി. എണ്ണ കരുതി ഒരുക്കിയിരുന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോട് പ്രതീക്ഷകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കിടമെന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ദമ്പതികളെ സന്തോഷ സംതൃപ്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കുദാശി ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന അവബോധം ഞങ്ങളെ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങളെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ ഈ നാഥ. You and I were never this simple till we became the least. Could you show me how to lose myself in the hope that I know you will be here tomorrow? Give me all that you have left. Could we stay? Could we stay? Just show me how to lose myself in the hope that I know you will be here tomorrow. Give me all that you have left. Could we stay? Could we stay?